ഞാനെൻ്റെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ എടുക്കാൻ പോകുന്നൊരു വ്ളോഗാണ് കേട്ടോ ഇത്. ഇടയ്ക്കിടയ്ക്കാണ് ഞാനിങ്ങനെ ഓരോ സാധനങ്ങൾ പോയി വാങ്ങുക. ഞാനിങ്ങനെ സ്റ്റോക്ക് എടുത്ത് വെക്കുക, കുറച്ചിങ്ങനെ ഒരു അധികം ഇങ്ങനെ ഒരു സെറ്റായിട്ട് ഞാനിങ്ങനെ എടുത്ത് വയ്ക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. എപ്പോൾ ഓർഡർ വരുന്നു അപ്പം ഞാൻ പോയി സാധനങ്ങൾ വാങ്ങും. അങ്ങനെയാണ്. ചിലപ്പം 3-4 ഓർഡർ ഒന്നിച്ച് വരുമ്പോൾ അതിനുള്ള സാധനങ്ങൾ ഒറ്റയടിക്ക് ഒരു ദിവസം പോയി വാങ്ങും. നമുക്ക് കുറച്ച് ടൈമുണ്ട്, ഡിസ്പാച്ച് ചെയ്യാൻ കുറച്ച് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കുറച്ച് ടൈം എടുത്തിട്ട് എല്ലാം കൂടെ ഒരു ദിവസം പോയി വാങ്ങലുണ്ട്. അങ്ങനെ പോയൊരു ദിവസമാണിത്. ഞാനിപ്പോൾ നേരെ പോയത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ പ്രിൻ്റ് എടുക്കാൻ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പ്രിൻ്റ് അടിക്കാനും ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി, അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഹാമ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഫ്ലവേഴ്സിൻ്റെ കുറേ കളക്ഷൻസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ഇങ്ങനെ നോക്കിക്കുക, ഇതിങ്ങനെ കുറേ വാരി എടുത്തുകൊണ്ട് ഓടിയാലോ എന്നൊക്കെ തോന്നും. അത്രയ്ക്ക് നല്ല രസമുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. പിന്നെ ഹാമ്പർ ബോക്സിൻ്റെ അതൊക്കെ നോക്കി ഞാൻ എടുത്ത കുറച്ച് ഐറ്റംസ് ആട്ടോ ഈ കാണുന്നത്. ഇതെല്ലാം ബാക്കിയുണ്ട്. ഇതിലിപ്പോൾ 2 ഫ്രെയിംസ്, കുറച്ച് ഫ്ലവേഴ്സ്, അതും ഇതും അങ്ങനത്തെ കുറേ ചപ്പുചവറ് സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്ന് ഇറങ്ങി ഞങ്ങൾ വരെ നെസ്റ്റോ പോയി. അവിടെ പോയിട്ട് വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടാ. അത് ഒന്ന് സൈഡാക്കി വെച്ചിട്ട് നേരെ മുകളിൽ പോയി. അവിടുന്ന് പ്രത്യേകിച്ച് സാധനങ്ങൾ വാങ്ങാനൊന്നും ഇല്ലെങ്കിലും വെറുതെ അവിടെ പോയിട്ടൊന്ന് കറങ്ങി എങ്ങനെ വരിക ഒരു രസമാണ്. എന്തായാലും പോയല്ലോ, എന്നാൽ പിന്നെ കുറച്ച് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ കയറി പോയതാണ്. പിന്നെ ഇങ്ങനെ എൻ്റെ ഫേസ് വരുന്ന ഷോർട്സ് കാണുമ്പോൾ തലയും വാലും ഇല്ലാത്ത എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ നോക്കുമ്പം എനിക്കിങ്ങനെ ഫോണ് പൊക്കി പിടിക്കാൻ ഭയങ്കര മടി. അപ്പോൾ ഇങ്ങനെ വെച്ചതാണ്. നെസ്റ്റോൻ്റെ 4 വർഷം തികയുന്നതിൻ്റെ എന്തൊക്കെയോ ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നും കൂടെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ കൂടെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ വിലക്കുറവുണ്ടോ എന്ന് പോയി നോക്കാൻ പോയത് ആദ്യത്തെ സാധനം സോപ്പാണ്. ഈ സോപ്പ് ഇതിനാകെ 5-10 രൂപയാണ് ഓരോ പാക്കറ്റിന്. അതിനകത്ത് ഇനി എന്താ കുറയ്ക്കാനുള്ളതെന്ന് ഒരു നിമിഷം ഞാൻ തന്നെ ചിന്തിച്ചു. പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് സോപ്പ് കൊടുത്തു. അപ്പുറത്തെ സെക്ഷനിൽ പോയി. ഇവിടെ വന്നാൽ പിന്നെ മുക്കും മൂലയൊക്കെ ഇങ്ങനെ നോക്കണമല്ലോ. കാരണം നമ്മുടെ ഈ ബ്യൂട്ടി പ്രോഡക്ട്സ്, ലോഷൻസ്, ബോഡി ക്രീം, മോയ്സ്ചറൈസർ, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഇതൊന്നും വാങ്ങൂലെങ്കിൽ ഈ ചപ്പ് ചവറൊക്കെ എടുത്ത് നോക്കാനുള്ള ഭയങ്കര ത്വരയാണ്. അങ്ങനെ അവിടെ നിന്നും ഇറങ്ങി ഈ ഡ്രസ്സിൻ്റെ സെക്ഷൻസൊക്കെ പോയി നോക്കിയപ്പോൾ ഒടുക്കത്താ വില. ലാസ്റ്റ് വാങ്ങിയ സാധനങ്ങളെല്ലാം കൂടെ പാരി പെറുക്കി ബില്ലടിക്കാൻ കൊണ്ട് കൊടുത്തപ്പോൾ ആ ചേട്ടനാണ് വേറെ ആരോടോ കഥയും പറഞ്ഞിരിക്കുക. ആ സമയത്താണെങ്കിൽ കണ്ണുടക്കുന്ന ഇങ്ങനത്തെ ഓരോ ഐറ്റംസിലേക്കാണ്. അതാണെങ്കിലോ ഇങ്ങനെ നമുക്ക് കയ്യെത്താവുന്ന ദൂരത്ത് കൊണ്ടുവയ്ക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ വാങ്ങുമല്ലോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല രസമുണ്ട്. കാരണം ഈ രാത്രി സമയത്ത് ഷോപ്പുകളിലെല്ലാം ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിരിക്കുമ്പോൾ നല്ല രസമാണല്ലോ. അപ്പോൾ ഇറങ്ങിയപ്പോൾ സമയം ഏതാണ്ട് 7:30 അങ്ങനെ എങ്ങാണ്ടായി. അങ്ങനെ വണ്ടിയിലേക്ക് പോവുക. അപ്പോൾ ഈ കൊച്ചിന് വാങ്ങിയ ജ്യൂസ് ഉണ്ടല്ലോ, ഷേക്ക്, അപ്പോൾ അതും കുടിച്ച് അത് തീർന്ന കാര്യം ഞാനും വിട്ടുപോയി. ഏകദേശം കുറേ തീർന്നിരുന്നു. അങ്ങനെ അപ്പുറത്തെ കടയിൽ കയറി കുറച്ച് മാറ്റ് വാങ്ങണമായിരുന്നു. എനിക്ക് ഈ അലക്കിയിട്ട് ഉണങ്ങാത്തതുകൊണ്ട് വാങ്ങണം കുറേ വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് പോയപ്പോൾ എന്തായാലും കയറി. എന്നാൽ പിന്നെ അവിടെയും കൂടെ കയറിയിട്ട് ഇത് 2 വാങ്ങാമെന്ന് വെച്ചാൽ അവിടെയും കയറി. ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിടുക. എന്നാൽ കൂടുതൽ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇടാം. അപ്പോൾ ഓക്കെ, ബൈ.